ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ കുറേ നാളായിട്ട് ഇതെങ്ങനെ ചെയ്യും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കയറി കുറേ കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ എന്തിനെ പറ്റിയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് കേട്ടോ ഇത് വന്നത്. എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്താണെന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പടമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിനെ പറ്റിയൊരു പൗഡറാണ് ഞാൻ കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യണം, ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കയറി കുറേ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് കുറേ പേര് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതൊക്കെ ഊരി കഴുകി വാഷ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇതിനകത്ത് നോക്കുമ്പോൾ എനിക്ക് എവിടെ ഓപ്പൺ ചെയ്യണം എന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കയറി ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഒരാൾ ഈ പൗഡർ ഇട്ട് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഈയിടെയായിട്ട് അലക്കിയിട്ടൊക്കെ ആണെങ്കിൽ തുണി അത്ര ഇതായിട്ട് ഒരു വെളുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ഇങ്ങനെ ഒരു പൗഡർ മേടിച്ചിട്ട് നമുക്കത് ഉപയോഗിച്ച് നോക്കാം എന്നുള്ളത്. അപ്പോൾ ചിലവരുടെ വാഷിംഗ് മെഷീനകത്ത് ക്ലീൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, ചിലവരുടെ വാഷിംഗ് മെഷീനകത്ത് അങ്ങനത്തെ ഒരു മെത്തേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിലൊക്കെ കുറേ കയറി നോക്കി. അപ്പോൾ ഞങ്ങളുടെ വാഷിംഗ് മെഷീനകത്ത് അങ്ങനെ ഒരു മെത്തേഡ് കൊടുക്കാത്തത് കൊണ്ട് സാധാരണ അലക്കുന്ന രീതിയിൽ തന്നെ മെത്തേഡ് കൊണ്ടുപോകാൻ, അതായത് ആ ചെയ്യുന്ന പ്രോസസ്സിങ് തന്നെ ചെയ്യാനാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ, വേൾപൂളിൻ്റെ ആണ്. അപ്പോൾ മേടിച്ചിട്ടൊരു 3-4 കൊല്ലത്തിന് മേളിലായി. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു ഡീപ്പ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡോറ് വരുന്നത് ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക് മെഷീനും ടോപ്പിൽ വരണമെന്നില്ല, ചിലത് താഴെ വരുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഉൾവശം കാണുന്നത്. അപ്പം ഈ കാണുന്ന ആ കറുത്ത പോർഷൻ ഇല്ലേ, ആ ഒരു അത് ഊരി കഴുകി വാഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് കഴുകിയായിരുന്നു, അതുകൊണ്ടാണ് ഊരാത്തത്. അപ്പോൾ ഞാൻ ഡീപ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മേടിച്ച പൗഡറാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ഒരു പാക്കറ്റിനകത്ത് 4 എണ്ണം വീതമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 3 മാസം കൂടുമ്പോൾ വാഷ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് നമ്മൾ വാഷ് ചെയ്യാൻ ഇട്ടാൽ മതി. ഞാൻ മേടിച്ചത് 400 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പൗഡറിൻ്റെ പേര് ക്രിസ്റ്റ ഡിസ്കെയിലർ എന്നാണ്. അപ്പോൾ 400 ഗ്രാമിന് വരുന്നത് 156 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങളിത് ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് പൊടി ആദ്യം അതിൻ്റെ ഉള്ളിലിട്ട്, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ച് കുറേയൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് അമുക്കി പൊടിച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ല രീതിയിൽ ഇങ്ങനെ പൊടിച്ചിടുകയാണ്. കാരണം നമ്മളിങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് കറങ്ങുമ്പോൾ മെഷീനൊന്നും സംഭവിക്കരുതല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാഷ് ചെയ്യുന്നതും കൂടി ആകുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്, ഇതൊക്കെ ഓക്കെ ആയി വരുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പാക്കറ്റ് മുഴുവനും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് അടച്ചതിന് ശേഷം മെഷീൻ ഓണാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കിവിടെ ടബ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് സാധാരണ വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യുന്ന, അതായത് തുണിയിട്ട് അലക്കുന്ന രീതിയിൽ പ്രോസസ്സിങ് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ തുണി വാഷ് ചെയ്യുന്ന രീതിയിലാണ് നമുക്കത് കാണിക്കുക. അപ്പോൾ ഒരുപാട് നമുക്ക് സാധാരണ തുണി ഇടുന്ന ടൈമൊന്നും അത്രയൊന്നും ഇല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് കഴുകി വരാൻ വേണ്ടി. അപ്പം എനിക്കിവിടെ കാണിച്ചത് 27 മിനിറ്റ് എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ടബിലേക്ക് വെള്ളം നിറഞ്ഞു വരികയാണ്. അപ്പോൾ കുറേ നേരം വെള്ളം നനഞ്ഞിങ്ങനെ കുതിർന്ന് കിടക്കും കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് ടബിനുള്ളിൽ അഴുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ കണ്ടോ, ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അഴുക്ക് ഇങ്ങനെ കറങ്ങി കിടക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 5 മിനിറ്റ് ആയി. അപ്പോൾ ആ ടൈമിൽ നല്ല പോലെ ടബിനുള്ളിലെ ചെളി നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. അങ്ങനെ പെയിൻറ്റിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടബ് ഇനി ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ടബ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ തുണി അലക്കി കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ ഇതിനകത്ത് നിൽക്കാറുണ്ട്. ആ സ്മെല്ലൊന്നും ഇപ്പോൾ ഇല്ല. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ആരും ക്ലീൻ ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്യാതിരിക്കരുത്. ആ പൗഡർ മേടിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.